സെക്കൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നലെ ചെയ്യാൻ പോകുന്നത് ജിയോ5 വൈഫൈ റൂട്ടറിൻ്റെ റിവ്യൂവും അതിൻ്റെ അൺബോക്സിങ്ങുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് ജിയോയുടെ ജിയോ5 2 വെർഷനാണ്. ഇതിൻ്റെ പല വെർഷൻസ് ഉണ്ട്. നമുക്കിനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ നമുക്ക് നോക്കാം. ഇത് നമുക്ക് 31 ഡിവൈസ് വരെ കണക്ട് ചെയ്യാം. പിന്നെ 2300 mAh ആണ് ഇതിൻ്റെ ബാറ്ററി. പിന്നെ 32 GB വരെയുള്ള മൈക്രോ SD ഇത് സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഉപയോഗിച്ച് കോളുകൾ ചെയ്യാവുന്നതാണ്. അതിന് നമ്മൾ സ്മാർട്ട് ഫോണിൽ വോയിസ് കോളിങ്ങിനുള്ള ആപ്പുണ്ട് ജിയോയുടെ, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ഇത് വെച്ച് നമുക്ക് വയർലെസ് ഷെയറിങ് നടത്താവുന്നതാണ് വൈഫൈ ഉപയോഗിച്ച്. പാസ്വേഡും MRP ഇവിടെ കൊടുത്തിട്ടുണ്ട്. MRP 2500 രൂപയാണ്. ഞാനിത് ജിയോ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാവുന്നതാണ്. പക്ഷേ ജിയോ സ്റ്റോറിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ധാരാളം ഓഫേഴ്സൊക്കെ കിട്ടുന്നതായിരിക്കും. നമുക്കിനി അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇവരുടെ ജിയോ5 വൈഫൈ റൂട്ടർ. ഇത് പോക്കറ്റ് വൈഫൈ ആയതുതന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം. നമ്മൾ കയ്യിലൊടുങ്ങുന്ന അത്രയും വലിപ്പമേ ഉള്ളൂ. പിന്നെ ഇത് ഭയങ്കര സ്ലീക്കാണ്. പിന്നെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരുമാതിരിയൊക്കെ വെയിറ്റ് ഉണ്ട്, എന്നാലും വെയിറ്റ് ഉണ്ട്. ഇതിന് USB അഡാപ്റ്ററാണ്. ഇത് അതിൻ്റെ കേബിള് ചാർജിങ് കേബിളാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ കുറച്ച് പേപ്പേഴ്സാണ് ജിയോ5യുടെ. പിന്നെ അതിൻ്റെ വാറൻറ്റി കാർഡ്, ഇതിൻ്റെ ഡിവൈസിന് 1 year വാറൻറ്റിയും പിന്നെ അതിൻ്റെ ആക്സസറീസിന് 6 months വാറൻറ്റിയാണുള്ളത്. നമുക്ക് ജിയോ5 നോക്കാം. ഇത് ഓണാക്കാം. ഇത് 3 സെക്കൻഡ് പ്രസ് ചെയ്താലാണ് ഇത് ഓണാവുക. ഇതിൻ്റെ ചാർജിങ് പോയിൻ്റ് ഇവിടെ നമുക്ക് WPS എന്ന് എഴുതിയിരിക്കുന്ന കാണാം. ഇതുപയോഗിച്ച് നമുക്ക് പാസ്വേഡ് ഇല്ലാതെ തന്നെ ഫോണിൻ്റെ WPS ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. അതിനുള്ള സ്വിച്ചാണിത്. നമുക്ക് ഇത് ഓൺ ചെയ്യാം. അത് ഗുഡ് സിഗ്നൽ ഉണ്ട്. അതാണ് ഇങ്ങനെ ഗ്രീൻ കളർ കാണിക്കുന്നത്. അത് ബ്ലൂ കളറായിരുന്നെങ്കിൽ ഇവിടെ മീഡിയം സിഗ്നൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി റെഡ് ആണെങ്കിൽ സിഗ്നൽ വീക്കാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് രണ്ടും ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. കാരണം ഡേറ്റയും വൈഫൈയും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാനൊന്നിട്ട് ഫോണായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് ഞാൻ മേടിക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കിവിടെ ജിയോയ്ക്ക് റേഞ്ച് തീരെ കുറവാണ്. ഗെയിമൊക്കെ ഡൗൺലോഡിലിട്ടാൽ കയറാൻ ഭയങ്കര പാടാണ്. ഒരു 1-2 മണിക്കൂറേലും എടുക്കും ഗെയിമൊക്കെ കയറി വരുന്നതിന്. അന്നേരമാണ് ഞാൻ നെറ്റിൽ ഈ ഡിവൈസ് കണ്ടത്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ പോയി മേടിച്ചു. ഞാൻ ജിയോ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. നെറ്റിൽ എത്ര അത്യം വില എന്ന് എനിക്കറിയില്ല. ഞാൻ മേടിച്ചപ്പോൾ 2500 രൂപയായി. പിന്നെ അതിൻ്റെ വേറെ റീചാർജിൻ്റെ വേറെ ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ സാധാ ഫോണിന് റീചാർജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ റീചാർജ് ചെയ്താൽ മതി. പിന്നെ ഇതുപയോഗിച്ച് നമുക്ക് കോളുകൾ ചെയ്യാം. അതാണ് ഏറ്റവും ഉപകാരം. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പിന്നെ നമുക്ക് നല്ല റേഞ്ചും കിട്ടും. അപ്പോൾ ഗെയിമൊക്കെ നമ്മൾ നല്ല സ്പീഡ് 150 MB/s വരെ സ്പീഡ് ഇതിനുണ്ട്. എനിക്കിവിടെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് വെറും 2 MB/s സ്പീഡ് വരെയാണ്. പക്ഷേ ഇപ്പോൾ ഇത് വെച്ചപ്പം തൊട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തപ്പം തൊട്ട് എനിക്ക് 5 MB/s 6 MB/s നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് റേഞ്ച് ഇല്ലാത്തവരൊക്കെ ഇത് ഉപയോഗിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എനിക്കിപ്പോൾ 6 MB/s വരെ സ്പീഡ് കിട്ടുന്നുണ്ട്. അതുപോലെ സ്പീഡാണ്. ഗെയിമൊക്കെ പെട്ടെന്നാണ്. നേരത്തെ 2 മണിക്കൂർ എടുക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ അരമണിക്കൂർ കൂടി വേണ്ട ഗെയിമൊക്കെ കയറാൻ. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഓൺലൈനായിട്ട് വാങ്ങാൻ വേണ്ടി ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ജിയോഫിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.